ഇന്നത്തെ നമ്മുടെ നോമ്പിന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ഒരു നല്ലൊരു ജ്യൂസും ചിക്കു ഷേക്ക് അടിക്കാനാണ് ഇന്നത്തെ പ്ലാന്. അതും പിന്നെ മുട്ട കൊണ്ടുള്ള ഒരു മുട്ടയ്ക്കകത്ത് ഫില്ലിങ് വെച്ചിട്ടുള്ള ഒരു മുട്ട ബജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബജിക്ക് പാകമായ രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി ശരിയായിട്ടുണ്ട്. അല്ലേ, കുറച്ച് ലൂസായി പോയോ എന്നൊരു സംശയം. നമുക്ക് നോക്കാം. ലൂസായിട്ടില്ലെങ്കിൽ കുറച്ച് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. കടലപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഓക്കെ, ഇനി ഇതിന് ഫില്ലിങ്ങിനായിട്ട് കുറച്ച് ചമ്മന്തി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, മുട്ടയ്ക്ക് ഇത്ര ചമ്മന്തി അല്ല ആവശ്യമുള്ളൂ. ഇനി നമുക്ക് മുട്ട എടുത്ത് രണ്ടായിട്ട് മുറിച്ച് അതിനകത്തുള്ള എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചമ്മന്തിയുടെ കൂടെ ഈ മുട്ടയുടെ മഞ്ഞയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും നല്ല പച്ച കാന്താരിയിൽ അരച്ചിട്ട്, മുളക് പൊടിയൊന്നും ചേർക്കാതെ പച്ച കാന്താരിയിൽ അരച്ച് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ് ഇതിനെക്കാട്ടിയും കൂടുതൽ ടേസ്റ്റ്. ഇപ്പം നമ്മുടെ കയ്യിൽ കാന്താരി ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ. ഇനി നമുക്ക് ഈ മുട്ടയ്ക്കകത്ത് ഈ ഫില്ലിങ് ഇങ്ങനെ നിറച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടയെല്ലാം ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട ബജി നമുക്ക് പെട്ടെന്നാക്കി എടുക്കാം. വാ, എണ്ണ നന്നായി ചൂടായതിന് ശേഷം, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരുപാട് എണ്ണയൊന്നും ഞാൻ വാരിക്കോരി ഒഴിച്ചിട്ടില്ല. നമുക്ക് കുറച്ച് എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കാം. ഫസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കറക്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയ മാവ്. എത്ര 6 പീസുണ്ട്. 6 പീസിൽ കറക്റ്റായ മാവ്. വേണമെങ്കിൽ നമുക്കത് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പ് വിഭവം ഇത്രയേ ഉള്ളൂ. ഫ്രൂട്ട്സും ഒരു മുട്ട ബജിയും ചിക്കു ഷേക്ക്. അപ്പം നാളെ ഒരുപാട് വിഭവങ്ങളുമായിട്ട് നമുക്ക് നോമ്പ് തുറ സ്പെഷ്യലായിട്ട് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.